ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു താഴ്മ ജീവിതം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. താഴ്മയുടെ ഒരു മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ആ ജീവിതം നാം ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പിതാവാണ് നമുക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ നൽകുന്നത്. ഈ ദൈവത്തെ നാം മറന്നുകൊണ്ട് ജീവിക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറേണ്ടത് അത്യാവശ്യമാകുന്നു. ഇന്ന് ഈ ലോകം അന്ത്യത്തോളം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്, നിങ്ങൾ ഈ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമാകുന്നു എന്ന്. ദൈവസന്നിധിയിൽ നാം ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് ഏറ്റവും വലിയവനായി തന്നെ ആയിരിക്കുവാൻ നാം എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അല്പസമയത്തേക്ക് മാത്രം ഉള്ളതല്ല. അല്പസമയം മാത്രം നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരല്ല. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരം നമ്മുടെ ജീവിതത്തിൽ അറ്റത്തോളം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിതം നയിക്കുവാൻ എപ്പോഴും ഓർത്തുകൊള്ളുക. ദൈവം ഒരു പിതാവിനെ പോലെ നമ്മെ ശുശ്രൂഷിക്കുവാൻ ആയിരിക്കുന്നു. ഒരു കുഞ്ഞുകുട്ടി എപ്രകാരമാണോ ദൈവസന്നിധിയിൽ ചെല്ലുന്നത്, അപ്രകാരം ചെല്ലുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. നാം എപ്പോഴും സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആകുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മോട് കൂടെ തന്നെ ഇരിക്കുക തന്നെ ചെയ്യും എന്ന് വചനം പറയുന്നു. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ഉം 30-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം ഏറ്റവും എളിമയും സൗമ്യതയും ഉള്ളവനായതുകൊണ്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് വചനം പറയുന്നു. നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കഴിവുള്ള ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. ഈ ദൈവത്തെ നാം മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ ചെല്ലുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ വചനം പറയുന്നു, നാം താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ ചെല്ലുകയാണ് എങ്കിൽ അവൻ്റെ നുകം ഏറ്റുകൊണ്ട് അവനോടുകൂടെ പഠിക്കുവാൻ തക്കവണ്ണം നമ്മെ വചനം ആഹ്വാനം ചെയ്യുന്നു. ഈ വചനത്തിനോട് താഴോട്ട് വായിക്കുകയാണ് എങ്കിൽ അവൻ്റെ നുകം എന്ന് പറയുന്നത് ഏറ്റവും മൃദുവായിരിക്കുന്നു, അവൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏറ്റവും ലഘുവായിരിക്കുന്നു. നാം താഴ്മയോടുകൂടെ തന്നെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. ആ മൃദുവായിട്ടുള്ള നുകം അവനോടുകൂടെ തന്നെ പഠിക്കുക. അപ്രകാരം പഠിക്കുമ്പോൾ നല്ല രീതിയിലൊരു വിശ്വാസ ജീവിതം നമുക്ക് ദൈവവുമായി കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ താഴ്മയുടെ ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ തന്നെ വന്നിരുന്നാലും, ഏത് പ്രതികണ്ഠ ഘട്ടങ്ങൾ തന്നെ വന്നിരുന്നാലും നാം എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നമുക്ക് അനേകം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ ദൈവവചനം പറയുന്നു, നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം യോഗ്യനായിട്ടുള്ളത് മറ്റൊരു നാമവുമില്ല. നിന്നെ രക്ഷിക്കുവാൻ യോഗ്യനായിട്ടുള്ളത് ഒരേ ഒരു നാമം മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അവനാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്, അവനാണ് നമ്മെ നീതിമാന്മാരുടെ പട്ടികയിൽ ചേർക്കുന്നത്, അവനാണ് നമ്മെ താരതമ്യപ്പെടുത്തുന്നത്, അവനാണ് നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതുന്നത്. അവനെ നമ്മൾ ഓർത്തുകൊള്ളുക. അത് കർത്താവായ ദൈവത്തെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊള്ളുക, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആശ്വസിക്കുന്നവരായി തീരുക. നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം വിജയസാധ്യതയുള്ള ഒരേ ഒരു ദൈവം മാത്രമേ നമുക്കുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കാരണം അവൻ അത്രത്തോളം വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, നമുക്ക് വേണ്ടി ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അനേക കഷ്ടപ്പാടുകൾ, അനേക പങ്കപ്പാടുകൾ അവൻ ഏറ്റുകൊണ്ടു. അവൻ അനേകം നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. നമുക്ക് വായിക്കാം. എബ്രായരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 14-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ബലഹീനതകളും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. എബ്രായരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-16 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, നമ്മെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം യോഗ്യനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, നമുക്ക് വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം അവൻ്റെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട്
നമുക്ക് ഉള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുന്നവനായല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടുകൂടെ കൃപാസനത്തിൽ അടുത്തു ചെല്ലുക. ഇവിടെ ദൈവവചനം പറയുന്നു, ഇപ്രകാരമുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. ഈ കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് മഹാപുരോഹിതനായിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ മഹാപുരോഹിതനായി നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. ഇവിടെ വചനം പറയുന്നു, 2 തരത്തിലുള്ള സമാഗമന കൂടാരങ്ങളുണ്ട്. ഒന്ന് ഭൂമിയിലായിരുന്നു, അതിൻ്റെ ആ ശുശ്രൂഷ കഴിഞ്ഞു പോയി എന്ന് വചനം പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് സ്വർഗീയ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയാണ്. അവിടെ നടക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിച്ചത്, നാം വായിച്ചു കേട്ടത് അപ്രകാരം ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മോടുകൂടെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗീയ സമാഗമന കൂടാരത്തിലായിരിക്കുന്നു. അവൻ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി എല്ലാവിധ ബലഹീനതകളെയും നമ്മിൽ നിന്ന് നീക്കിക്കൊണ്ട് നമുക്ക് കരുണ ലഭിക്കുവാൻ വേണ്ടി അവൻ ആയിരിക്കുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ ബലഹീനതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് എന്ന് അവനറിയാൻ തക്കവണ്ണം അവനറിയാം. അത്രത്തോളമുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. അപ്രകാരമുള്ളൊരു ദൈവമാണ് നമ്മെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം മഹാപുരോഹിതനായി സമാഗമന കൂടാരത്തിലുള്ളത്. ഈ സ്വർഗീയ സമാഗമന കൂടാരത്തിൽ അവൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നാം അവന് വേണ്ടി സംസാരിക്കുക, നാം അവനോടുകൂടെ പഠിക്കുവാൻ ശ്രമിക്കുക. അവൻ്റെ മുഖം ഏറ്റവും മൃദുവായിരിക്കുന്നു. അവനോടുകൂടെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അവനോടുകൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. ആ ഒരു വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അവൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് കൃപ ലഭിക്കുവാനും കരുണ ലഭിക്കുവാനും ഒട്ടും പ്രയാസമില്ല. അപ്രകാരം ഒരു കരുണ ലഭിക്കുവാൻ അല്ലെങ്കിൽ കരുണ നൽകുവാൻ തക്കമുള്ള ഒരു ദൈവമാണ് നമുക്ക് ശുശ്രൂഷയിലുള്ളത്. ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ആ ദൈവം എപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. നമുക്ക് കരുണയും കൃപയും ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ മുന്നിട്ട് കൊള്ളുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ആ ശുശ്രൂഷയിൽ നമുക്കും പങ്കാളികളാകാം. നമ്മുടെ ആത്മാവിന് കരുണ ലഭിക്കുവാനും നമുക്ക് കൃപ ലഭിക്കുവാനും അവൻ നമുക്ക് അതിനുള്ള അനുമതി നൽകും. അത്രത്തോളം വലിയവനായ ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്. നാം ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. നമുക്കൊരു ദൈവസന്നിധിയിൽ നമുക്കൊരു ചാൻസ് ഉണ്ട് എന്ന് വചനം വ്യക്തമായി പറയുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇവിടെ പറയുന്നത് സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ അവൻ എന്ത് ചെയ്തു? വഹിച്ചിരിക്കുന്നു. അത്രത്തോളം താഴ്മയുള്ളൊരു ദൈവമാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെടുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. അവന് യാതൊരു വിധമാകുന്ന കാര്യവുമില്ല നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി. പക്ഷേ നമുക്ക് വേണ്ടി അത്രത്തോളം താഴ്മയായി എളിമയോടുകൂടെ ദാസവേഷമെടുത്ത് നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു. അപ്രകാരമുള്ളൊരു ദൈവത്തെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്, നാം ഇന്ന് മഹത്വപ്പെടുത്തുന്നത്. അപ്രകാരമുള്ളൊരു ദൈവത്തെയാണ്. അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നാം ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ പറയുന്നു, ഈ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇപ്പുറം പറയുന്നു: നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ച്, എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, അവൻ നമ്മുടെ രോഗങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. ഇപ്രകാരം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരുന്നൊരു ദൈവത്തെ നാം ചിന്തിച്ചത് അവൻ ദൈവത്തിൽ നിന്ന് ശിക്ഷയേറ്റു എന്ന് നാം ചിന്തിച്ചു. ഈ ചരിത്ര കാലഘട്ടത്തിലെ ജനങ്ങൾ ഇപ്രകാരമാണ് ചിന്തിച്ചിരുന്നത്. ദൈവം അവനെ ശിക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് അവൻ ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായത്.
എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, അവൻ ഈ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാകുന്നതിന് കാരണക്കാരായി തീർന്നത് നാം ഓരോരുത്തരുമാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് അവൻ്റെ നുകമേറ്റുകൊണ്ട് അവനോടുകൂടെ പഠിക്കുവാൻ നാം ശ്രമിക്കുക. ഇപ്രകാരം പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഒരു മാറ്റവുമില്ല. ദൈവവചനം പറയുന്നു, നാം ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുക. ഇവിടെ നമുക്ക് സമർപ്പിച്ചൊരു ജീവിതം, വിശ്വാസ ജീവിതം അവനിൽ സമർപ്പിച്ച് ജീവിക്കുകയാണ് എങ്കിൽ നാം ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. ഇവിടെ വചനം പറയുന്നു, ഈ പ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ സമാധാനത്തിന് ശിക്ഷയായി അവൻ്റെ മേൽ ആയി. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് അവൻ്റെ മേലായത്. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് അവൻ ശിക്ഷയേറ്റത്. നാമോ വിചാരിച്ചത് ദൈവം അവനെ ശിക്ഷിക്കുന്നു എന്ന് വിചാരിച്ചു. ഇവിടെ വചനം പറയുന്നു, നമ്മുടെ ശിക്ഷകൾക്ക് വേണ്ടിയാണ് അവൻ അവിടെ ആയിരുന്നത്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് അവൻ അവിടെ ആയിരുന്നത്. നമുക്ക് വേണ്ടി ഇത്രയും ദയ കൽപ്പിക്കുന്ന, ഇത്രയും കരുണയും കൃപയും നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എങ്കിൽ അവൻ്റെ അടുത്തല്ലേ നാം നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത്? അവനിലല്ലേ നാം നമ്മുടെ ജീവിതം അർപ്പിക്കേണ്ടത്? അപ്രകാരം ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി നാം ജീവിക്കുകയാണ് എങ്കിൽ പല പിതാക്കന്മാരും ജീവിച്ചതുപോലെ നമുക്കും ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ആത്മാവിനെ നമുക്ക് ഉരുൾപ്പെടുത്തിയെടുത്തുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ആത്മാവിനെ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം, വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം, ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരമുള്ളൊരു വിശ്വാസ ജീവിതം നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം എത്രത്തോളം വേദനപ്പെട്ടിരിക്കാം. അപ്രകാരമാണ് ഇന്ന് ആധുനിക ജീവിതത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ പലപ്പോഴും പല സാഹചര്യങ്ങളും തള്ളിപ്പറയാറുണ്ട്. അപ്രകാരം തള്ളിപ്പറയുമ്പോൾ നീ ഓർക്കുക, ഇത്രത്തോളം കഷ്ടപ്പെട്ട്, ഇത്രത്തോളം മരണത്തെ മല്ലിട്ടുകൊണ്ട്, ഇത്രത്തോളം യാതനകൾ സഹിച്ച് നിനക്ക് വേണ്ടിയാണ്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ യാഗമായി തീർന്നത്. നിന്റെ പാപങ്ങളെയാണ് അവൻ ഭാരമായി ചുമന്നത്. ആ ദൈവത്തെയാണ് നീ തള്ളിപ്പറയുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അപ്രകാരം നിങ്ങൾ എപ്രകാരമാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത് അതിൻ്റെ ഒരു ഫലം നിങ്ങളിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു ആത്മീയ ഫലം ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് വചനം പറയുന്നു. അപ്രകാരം ആയിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഒരുമപ്പെട്ടുകൊണ്ട്, ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട്, താഴ്മപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചൊരു വിശ്വാസ ജീവിതം നയിക്കുകയാണ് എങ്കിൽ നമുക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 1:8 ഇപ്രകാരം പറയുന്നു, നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരിക്കലും പാപമില്ല എന്ന് നാം ഊന്നി പറയുകയാണ് എങ്കിൽ നമുക്കെന്താണ്? അത് നമ്മൾ പറയുന്നത് നമ്മളിൽ സത്യമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ വചനം പറയുന്നു, നാം ഊന്നി പറയുകയാണ് എങ്കിൽ അത് സത്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് വചനം പറയുന്നു. നമ്മളിൽ പാപമുണ്ട്. ആ പാപത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, നമ്മിൽ പാപമില്ല, നാം ഒരു എളിമ ജീവിതമല്ലേ നയിക്കുന്നത്, നാം ആർക്കും ഒരു ഉപദ്രവമില്ലാതെയല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പാപമില്ല എന്ന് വിചാരിക്കാറുണ്ട്. നാം ചിന്തിക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളും ന്യായപ്രമാണങ്ങളും നോക്കുകയാണ് എങ്കിൽ അതൊരു കണ്ണാടി പോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ വെക്കുകയാണ് എങ്കിൽ അത് നമ്മളെ കാണിച്ചു തരും നാം എപ്രകാരം പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ വചനം പറയുന്നതും അപ്രകാരം തന്നെയാണ്. ദൈവസന്നിധിയിൽ പാപമുള്ളവനായിരിക്കുന്നു, ദൈവസന്നിധിയിൽ നാം എപ്പോഴും പാപമുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് നാം ഓർത്തുകൊള്ളുക, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിതനായി തീർന്നത്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവസന്നിധിയിൽ അടുത്തിരിക്കുകയാണ് എങ്കിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രകാരം പറയുന്നു, അവൻ്റെ കൽപ്പനകൾ എനിക്ക് പ്രിയമാകുന്നത് കൊണ്ട് ഞാൻ അവൻ നയിക്കുന്ന വഴിയെ ഓടുക തന്നെ ചെയ്യുമെന്ന് വചനം പറയുന്നു. അപ്രകാരം അവൻ്റെ കൽപ്പനകൾ ഏറ്റവും പ്രിയപ്പെട്ടതാകണമെങ്കിൽ നാം അവൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ
നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് എളിമപ്പെടുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ്റെ കൽപ്പനകൾ ഏറ്റവും രുചികരമായി തന്നെ മാറും എന്ന് വചനം പറയുന്നു. ഏറ്റവും രുചികരമായി മാറുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ആത്മീയ ജീവിതമായി മാറും. അവനോടുകൂടെ പഠിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ മൃദുവായ നുകം ഏൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അപ്രകാരം ഏൽക്കുമ്പോൾ നാം അവനോടുകൂടെ പഠിക്കുക. അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് ഇത്രത്തോളം കഷ്ടപ്പാടുള്ളൊരു ദൈവമാണ്, കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ജീവിതം നയിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ്റെ നുകം ഏറ്റുകൊള്ളുക. അവൻ നമുക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി ആയിരിക്കുന്നത്. അതുകൊണ്ട് അവനെ ഓർത്തുകൊള്ളുക. അവൻ്റെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നാം എപ്പോഴും ഓർത്തുകൊള്ളുക. ഇവിടെ വചനം പറയുന്നു, സങ്കീർത്തനം 119 അതിൻ്റെ 140 വചനം പറയുന്നു, നിന്റെ വചനം അവിശുദ്ധമായത്, അതുകൊണ്ട് അത് അടിയന് പ്രിയമാകുന്നു. അതുപോലെ തന്നെ വചനം പറയുന്നു 19 അധ്യായം അതിൻ്റെ 9 വാക്യം, യഹോവ ഭക്തി നിർമ്മലമായതുകൊണ്ട് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായക, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതിയായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് താഴ്മയുള്ളൊരു ദൈവമല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് നാം ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല, നാം ഒരിക്കലും പങ്കപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ നയിച്ചു കൊള്ളുക. വിശ്വാസ ജീവിതം ഏറ്റവും താഴ്മയോടുകൂടെ നയിച്ചു കൊള്ളുക. അപ്രകാരം ഏറ്റവും താഴ്മയുള്ളൊരു ദൈവമാണ് ഇവിടെ ഉള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം ദാവീദിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ ദൈവസന്നിധിയിൽ അഹങ്കാരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അവൻ താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ അടുക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവൻ ഒരിക്കൽ പോലും ദൈവത്തെ നിന്ദിക്കാത്ത ഒരു ദൈവ പൈതലായിരുന്നു. ഒരിക്കൽ പോലും അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധമാവുന്ന പ്രതികൂല സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ പാടി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഓർക്കുന്ന ഒരു ദൈവ പൈതലായിരുന്നു ദാവീദ്. ആ ദാവീദ് രാജാവാണ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവൻ്റെ കൽപ്പനകൾ എനിക്ക് പ്രിയമാകുന്നു, അവൻ്റെ കൽപ്പനയുടെ വഴിയെ ഞാൻ ഓടുക തന്നെ ചെയ്യും, അവൻ്റെ താഴ്മയുടെ ജീവിതം എന്നിലുണ്ട്, അവൻ എന്നെ നയിക്കുക തന്നെ ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരമുള്ളൊരു കർത്താവ് നമുക്കുള്ളപ്പോൾ നാം ഏറ്റവും അവൻ്റെ നുകം ഏറ്റുകൊണ്ട് അവനോടുകൂടെ പഠിക്കുക. അവൻ്റെ ഭാരം അവൻ അന്യോന്യം ഭാരം ചുമക്കുവാൻ തക്കവണ്ണമാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം അതിൻ്റെ 2 വാക്യം ഇപ്രകാരം പറയുന്നു, നമ്മൾ അന്യോന്യം ഭാരം ചുമന്നുകൊള്ളുക. അപ്രകാരം ഭാരം ചുമക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് ലഘുവായി തോന്നും. അപ്രകാരം സഹജീവികളെ സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കുക. അവൻ്റെ സ്നേഹവും സൗമ്യതയും ഏറ്റവും താഴ്മയുള്ളതാകുന്നു. അപ്രകാരം സൗമ്യത നമ്മളിൽ ഉണ്ടാകുമ്പോൾ, താഴ്മയുടെ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ അർപ്പണ മനോഭാവത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ ഏറ്റവും താഴ്മയുള്ളവനായിരുന്നു. ഏറ്റവും സമർപ്പിച്ച് ജീവിച്ച ഒരു ജീവിതമായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റേത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതം നയിക്കുമ്പോൾ അവന് അധികമായുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, ലോകത്തിൻ്റെ അധികമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അവനിലുണ്ടായി. അവൻ എന്ത് ചെയ്തു? അവൻ ഇതെല്ലാം മറികടന്നുകൊണ്ട്, ഇതെല്ലാം മാറ്റുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് അവൻ്റെ ഒരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. അവൻ്റെ ഒരു പ്രത്യാശ, അവൻ്റെ ദൈവം അവനെ രക്ഷിക്കും, അവൻ്റെ ദൈവം അവനെ നയിക്കും, അവൻ്റെ ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം പത്രോസിലുണ്ടായിരുന്നു, അപ്പോസ്തലനായ പൗലോസിലുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു വിധമാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ പതറിപ്പോയില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവരിലുണ്ടായിരുന്നു. അനേകം പേർ അവരെ അടിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ആ വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോകാതെ അവരെപ്പോഴും മുന്നിട്ട് നിന്നുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ സുവിശേഷ വേല ഏറ്റവും ഭംഗിയായി തീർക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് സാധിച്ചു. അതിനെല്ലാം കാരണമായി തീർന്നത് ഒരു സമർപ്പണ മനോഭാവം അവനിലുണ്ടായിരുന്നു. അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു സമർപ്പണ മനോഭാവം അവനിലുണ്ടായിരുന്നു. അവനെ ഏറ്റവും കൂടുതൽ പ്രിയമായിരുന്നത് അവൻ്റെ വിശ്വാസ ജീവിതം തന്നെയായിരുന്നു, ദൈവവചനങ്ങൾ തന്നെയായിരുന്നു. അതിൽ അടിയുറച്ച് വിശ്വസിച്ച് പതറിപ്പോകാതെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അവനെപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ പ്രകാരം പറയുന്നു, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി 7 സഭകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ കാൽ ഏറ്റവും ഭംഗിയുള്ളതായിരിക്കുന്നു. ആ കാലുകൾ നമുക്ക് വേണ്ടി
നിൽക്കും, നമുക്ക് വേണ്ടി സംസാരിക്കും, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. അപ്രകാരം ഒരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടി ഇവിടെ സമാഗമന കൂടാരത്തിൽ, സ്വർഗത്തിലെ സമാഗമന കൂടാരത്തിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒന്നിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ചെല്ലുക തന്നെ ചെയ്യാം. അവനിൽ നിന്ന് കരുണ ലഭിക്കുവാൻ നമുക്ക് അവനിൽ നിന്ന് കരുണ ലഭിക്കാം. അവനിൽ നിന്ന് നമുക്ക് കൃപ ലഭിക്കും. എന്ത് പ്രതികൂല സാഹചര്യം തന്നെ ആയിരുന്നാലും അവൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ നാം ഒട്ടും മടി കാണിക്കേണ്ട കാര്യമില്ല. അവൻ നമ്മെ എപ്പോഴും ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ആയിരിക്കുന്നു. നമ്മെ എപ്പോഴും കരുതുവാൻ തക്കവണ്ണം ആയിരിക്കുന്നു. എപ്പോഴും നമ്മെ പ്രിയപ്പെട്ടവനായി മാറോട് ചേർക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. അവൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയമായിരിക്കുന്നത് അവൻ്റെ ആത്മാവ് തന്നെയാണ്. അവൻ്റെ ആത്മാവോട് കൂടി നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നാം അവനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ യോഗ്യരായിത്തീരും. എല്ലാ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. അതുതന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയതായിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ഒരിക്കലും പതറിപ്പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ ഒരു ജീവിതം നമുക്കിനി ആവശ്യമില്ല. കാരണം നാം സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതം അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നിനും ഭാരപ്പെടേണ്ട. എല്ലാ കാര്യത്തിലും ഒരു പ്രാർത്ഥനാ ജീവിതം നാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പതറിപ്പോകേണ്ട കാര്യമില്ല. നാം നിരാശിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, നിരാശ ജീവിതം നയിക്കേണ്ട കാര്യമില്ല. നമുക്കൊരിക്കലും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാരണവും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം നമ്മെ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ ചെല്ലുക. അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഈ വചനങ്ങളെല്ലാം ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനിധിയുമുള്ള ദൈവമേ കർത്താവേ, അടിയുടെ ദൈവമേ യേശുവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഈ വചനങ്ങളെ ശ്രവിച്ച എല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ പ്രിയപ്പെട്ടവരായി തീരുവാൻ, ദൈവമേ യേശുവെ സമർപ്പിച്ച ഒരു ജീവിതം, വിശ്വാസ ജീവിതം നയിക്കുവാൻ അവരെ നീ ഇവിടെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ. മാനവും മഹത്വവും അങ്ങ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.